ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായ പീഠം കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. വാസുദേവന്റെ പക്കൽ പീഠം ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. വാസുദേവൻ തന്റെ ജീവനക്കാരനല്ല, അയ്യപ്പ ഭക്തനാണ്. കാര്യങ്ങളെല്ലാം വിശദമായി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, എന്താണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഇപ്പോൾ നിലവിൽ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു വിശദീകരണം മീഡിയയോട് നൽകിയത്. അദ്ദേഹം പറയുന്ന പ്രകാരം 2019 ഈ പീഠങ്ങൾ ശബരിമലയിലേക്ക് താൻ കൊടുത്തയച്ചത്. അത് ഒരു അയ്യപ്പ ഭക്തനും തന്റെ പരിചയക്കാരനുമായിട്ടുള്ള CK വാസുദേവൻ എന്നയാളുടെ പക്കലാണ് കൊടുത്തുവിട്ടത്. പക്ഷേ അത് പാകമാവാത്തത് കൊണ്ടാവാം ഈ വാസുദേവൻ തിരികെ കൊണ്ടുപോയത്. പക്ഷെ അക്കാര്യം തന്നോട് വാസുദേവൻ പറഞ്ഞിരുന്നില്ല, അത് തനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നമാണ് ഈ ഒരു പീഠം കാണാതെ പോയ പരാതി നൽകാൻ കാരണമായത് എന്നുള്ളൊരു വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ദേവസ്വം വിജിലൻസിനോടും അറിയിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മൊഴിയിൽ അടക്കം ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇപ്പോഴുണ്ടായിട്ടുള്ളത്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അത് ഉരുക്കാൻ കൊണ്ടുപോയ സമയത്താണ് ഇത്തരത്തിൽ പീഠം കൂടി താൻ കൊടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയും അത് കാണാതെ പോയെന്നുള്ള കാര്യം അടക്കം പുറത്തു വരികയും ചെയ്തത്. ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പ്രതിക്കൂട്ടിൽ നിന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. കാര്യമായിട്ടുള്ള ആരോപണം തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണ്ണപീഠം മാറ്റി അത് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. അതിലാണ് ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ പീഠങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇന്നലെയാണ് വെഞ്ഞാറമൂട്ട് വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് ഇത് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നും കൃത്യമായിട്ടുള്ള ഒരു തുടരന്വേഷണം വേണമെന്നുമാണ് ദേവസ്വം വിജിലൻസിന്റെ ആവശ്യം. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നാളെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് SP സമർപ്പിക്കുക. അമൃത. ശരി സനൂപ്.